അങ്കമാലിക്ക് സമീപം കിടങ്ങൂരിൽ ലോറി ഡ്രൈവറെ ചവിട്ടിക്കൊന്ന മണിക്കൂറുകളോളം ഭീതി വിതച്ച ആനയെ തളച്ചു. 3.5 മണിക്കൂറോളമാണ് കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന പ്രദേശവാസികളെ മുൾമുനയിൽ നിർത്തിയത്. സമീപത്തെ വാഹനങ്ങളും ആന തകർത്തു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ആന വളരെ വലുതായി നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള കാറും മറിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. കൊല്ലം സ്വദേശി വിഷ്ണുവിനാണ് ആനക്കലിയിൽ ജീവൻ നഷ്ടമായത്. മണിക്കൂറുകൾക്ക് ശേഷം ആനയെ മയക്കുവെടി വെച്ചാണ് തളച്ചത്. ആദ്യമായാണ് ആന അക്രമാസക്തനാകുന്നതെന്ന് ആനയുടെ ഉടമ രാജു പ്രതികരിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. ആന രാവിലെ അവര് എന്നും കൊണ്ടുപോകാൻ ആനയെ അവര് കഴുവാനായിട്ട് കൊണ്ടുചേർന്ന് തോട്ടിൽ അവിടെ കുളത്തിലിറക്കാനായിട്ട് എന്നുകൊണ്ടാണ് ആനയ്ക്ക് ചങ്ങല ഉണ്ടായിരുന്നെങ്കിൽ പോലും ആനയെ പുള്ളി ബന്ധോസിലല്ലായിരുന്നു. എന്തോ ഭഗവാൻ ആനയ്ക്ക് എന്തോ ഏതാ രീതിയിൽ മാറി. വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് വിഷ്ണു. ഒരാളുടെ ജീവൻ എടുത്തു ആന. പിന്നെയും മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി ആ മേഖലയിൽ ഒന്നാകെ വാഹനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. പിന്നീട് മയക്കുവെടി വെച്ചാണ് തളയ്ക്കാനായതല്ലേ? അശ്വത, ഭീതിജനകമായ കാഴ്ച എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാനല്ല. കാരണം അത്രയും വയലന്റ് ആയിരുന്നു. നമ്മൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ വളരെ ശാന്തനായി നിൽക്കുന്ന ഈ മയ്യനാട് പാർത്ഥസാരഥി എന്ന് പറയുന്ന ആന കഴിഞ്ഞ 3.5 മണിക്കൂർ മുൻപ് 9:30 കൂടിയാണ് ആനയെ തൊഴിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ഈ ആനക്ക് ബന്ധമൊന്നുമില്ല. ഇതിന് തൊട്ടപ്പുറത്ത് എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ എത്തി തൊഴിക്കുന്നതിന് വേണ്ടി ആനയെ കൊണ്ടുവന്നത്. പക്ഷേ ആനയെ കൊണ്ടുവന്ന് നിമിഷങ്ങൾക്കന്ന് തന്നെ ആന വയലന്റ് ആകുകയായിരുന്നു. പിന്നാലെ ആനയുടെ ഡ്രൈവറായ വിഷ്ണുവിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഒരു പപ്പാന് നട്ടലിനാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. അതിനുശേഷം ആന ഇവിടെ കാട്ടിക്കൂട്ടിയത് അങ്ങേയറ്റം ആളുകളെ ഭയപ്പെടുത്തുന്ന ഈ ആനയെ കെട്ടിയിരിക്കുന്ന മരത്തിന് തൊട്ട് സൈഡിലായാണ് ആ ദൃശ്യത്തിൽ കാണുന്ന ചേട്ടൻ്റെ സ്വിഫ്റ്റ് കാറ് പാർക്ക് ചെയ്തിരുന്നത്. ആ കാറ് ഇവിടെ നിന്ന് ആന കുത്തിമറിച്ച് ഒരു 25 മീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇട്ടു. ആ കാറ് ചവിട്ടി പൊട്ടിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഷെഡും അതിനോട് ചേർന്നൊരു തെങ്ങും നിന്നിരുന്നു. അത് കുത്തിമറിച്ചിട്ടു. ആ ഷെഡ് പൂർണ്ണമായും തകർത്തു. തൊട്ടപ്പുറത്ത് ഈ ആനയെ ഈ പന്തൽ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറി പൂർണ്ണമായും ചവിട്ടി തകർക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു 3.5 മണിക്കൂർ ഈ നാടിനെ മുൾമുനയിൽ നിർത്തി ആ ദൃശ്യങ്ങളൊക്കെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. നമുക്ക് വേണ്ടി ആ ദൃശ്യങ്ങൾ പകർത്തിയത് മാഹിൻ ജാഫറാണ്, കൊച്ചിയിലെ ക്യാമറമാനാണ്. മാഹിൻ, അത് വളരെ ഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ വന്നപ്പോൾ കണ്ടത്. നമുക്കിപ്പം ഇപ്പോൾ ഇവിടുത്തെ റേഞ്ചർ അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. ഓപ്പൺ ഏരിയയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ലെവൽ കാം ഡൗൺ ആണ്, അണ്ടർ കൺട്രോൾ ആണ്? അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആന ഇപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇപ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ എഫക്റ്റ്? ഇപ്പോൾ അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിൽ ഈ ഏരിയയിലോ ഇവിടെയോ അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തി ആനയെ നിർത്തേണ്ട വരും. ഇപ്പോൾ ഇഷ്യൂസ് ഉള്ള ആനയാണോ? എന്തെങ്കിലും അസുഖം അങ്ങനെ എന്താ പെട്ടെന്ന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചിട്ടേ ബാക്കി എല്ലാം പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.